വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ കെ സരിയൻ, ഈ സർക്കാരിനെതിരെ സായുധ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നവരാണ് മാവോയിസ്റ്റുകൾ എന്നുള്ളതാണല്ലോ സങ്കല്പം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഇത്രയും കാലമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും സജീവമായിരുന്നു. ഇപ്പോൾ തണ്ടർബോൾട്ടിനെയൊക്കെ രൂപീകരിച്ചു, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. പക്ഷേ അവരുടെ കയ്യിലുള്ള ആയുധശേഖരം എന്താണ് എന്നൊരു കണക്ക് ഏതെങ്കിലും ഒരു കാലത്ത് സർക്കാരിൻ്റെ കയ്യിലുള്ളതായി കൃത്യമായ വിവരമില്ല. അതേക്കുറിച്ചൊരു പഠനം കൃത്യമായി നമ്മളുടെ നിലവിലുള്ള ഇൻ്റലിജൻസ് സംവിധാനം അനുസരിച്ച് കേരളത്തിൽ, ഞാൻ പറയുന്നത് മൊത്തത്തിൽ ദേശീയ തലത്തിലുള്ള, കേരളത്തിൽ എന്താണ് ഇവരുടെ കയ്യിലുള്ളത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പരിധി വിട്ട ഭയമാണ് പോലീസുകാർക്കടക്കമുള്ളത്. അത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയം കൂടിയല്ലേ? ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തുടർച്ചയായിരിക്കില്ലേ ഈ ആക്രമണവും? തീർച്ചയായിട്ടും അതിനൊരു വസ്തുതയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഈ മാവോയിസ്റ്റുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചോ മാവോയിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ചോ പോലീസിനോ അതിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിനോ കാര്യമായിട്ടൊന്നും അറിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വയനാട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ ചെറുപ്പക്കാരനെതിരെ തയ്യാറാക്കിയ FIR-നകത്തുണ്ടായിരുന്ന പ്രധാന കുറ്റം അയാളുടെ കയ്യിൽ ലെനിൻ്റെ ഭരണകൂടവും വിപ്ലവവും എന്നുള്ള പുസ്തകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലെനിൻ്റെ ഭരണകൂടവും വിപ്ലവം എന്നുള്ളത് നിരോധിക്കപ്പെട്ടൊരു പുസ്തകമല്ല. അത് ഏത് സാഹചര്യത്തിലാണ് രൂപപ്പെട്ടതെന്നുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം, CPM-കാർക്കും ഒക്കെ അറിയാം. അതൊരു വിധ്വംസക കൃതിയല്ല. പക്ഷേ ഈ ചെറുപ്പക്കാരനെതിരെ ഉള്ള FIR-ലെ പ്രധാന കുറ്റം ഇയാൾ ഈ പുസ്തകം കയ്യിൽ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോലീസിന് ഈ മാവോയിസ്റ്റുകളെ കുറിച്ചുള്ള പൊതുധാരണ, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള പൊതുധാരണ ഇതാണ്. പക്ഷേ ആ ധാരണ വെച്ചൊരു ഗവൺമെൻറ്റിന് പോകാൻ പറ്റില്ല. കാരണം ഇവർ ഗൗരവമായിട്ട് ഈ വിഷയത്തെ പഠിക്കുകയോ ആ നിലയ്ക്ക് അത് അന്വേഷിക്കുകയോ അങ്ങനെ ഒരു സംവിധാനം കേരള പോലീസിനുണ്ടെന്ന് തോന്നുന്നില്ല. അവർ പഴയ ചില നക്സലൈറ്റുകളൊക്കെ വിളിച്ചിട്ട് ഇടയ്ക്ക് സ്വകാര്യങ്ങൾ ചോദിക്കുക, ചിലരുടെയൊക്കെ ഫോൺ ചോർത്തിയെടുക്കുക. അതിനപ്പുറം മാവോയിസ്റ്റുകളുടെ ശേഷി എന്താണ് എന്ന് പറയാവുന്ന ഒരു വിവരവും യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് മാവോയിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പേടിക്കുന്നതും. പഴയ നക്സലൈറ്റുകളാണ് മാവോയിസ്റ്റുകൾ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. മാവോയിസ്റ്റുകൾ പഴയ നക്സലൈറ്റുകളാണെന്ന നിലയ്ക്കാണ് കാണുന്നത്. അങ്ങനെയല്ല. അത് മാവോയിസ്റ്റുകൾക്ക് അവരുടെ രീതിയുണ്ട്, അവരുടെ രാഷ്ട്രീയമുണ്ട്, അവരുടെ സമീപനമുണ്ട്, അവരുടെ ആയുധ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. മാവോയിസ്റ്റ് പാർട്ടി വിട്ടുവന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കേരള പോലീസിന് അതിനൊന്നുള്ള സമയം, അതിനൊന്നുള്ളൊരു ഐക്യമുള്ള പോലീസ് ഓഫീസർമാരൊന്നും കേരള പോലീസിലില്ല. കേരളത്തിലെ പോലീസിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് തടിയുണ്ട്, പക്ഷേ തലയിൽ ആൾ താമസമില്ല. അവർ നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രശ്നമാണ്, അവരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. കേരളത്തിലെ വലിയൊരു ഇടതുപക്ഷ സമൂഹത്തിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഏറ്റവും പുതിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയോ അതിനെ അനലൈസ് ചെയ്യുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നേരത്തെ ചാൾസ് പറഞ്ഞ പോലെ CPI മാവോയിസ്റ്റിനകത്ത് നടക്കുന്ന ഒരു വലിയ ആശയസമരമുണ്ട്. അത് വളരെ പരസ്യമായ പ്രവർത്തനത്തിലേക്ക് വരണമെന്ന് കരുതുന്ന, പുതിയ പ്രശ്നങ്ങളെ ആ നിലയ്ക്ക് കൊണ്ടുവരണമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്ന കൊബാദ് ഗാന്ധി ഉണ്ട്, മാവോയിസ്റ്റുകളുടെ വലിയ സൈദ്ധാന്തികനാണ്. അദ്ദേഹം അടുത്ത കാലത്ത് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഈ രീതി പോയിട്ട് കാര്യമില്ല എന്നാണ്. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം ലോകത്തെല്ലായിടത്തും ആ രീതി മാറുകയാണ്. കൊളംബിയയിൽ മാറുന്നു, പെറുവിൽ മാറിക്കഴിഞ്ഞു, എല്ലായിടത്തും മാറിക്കഴിഞ്ഞു, നേപ്പാളിൽ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് വ്യത്യസ്ത രീതി വേണമെന്ന് അവർ അതിനകത്ത് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒരു സീരിയസ് ആയ ആക്രമണ പ്രവർത്തനം നടക്കാത്ത കേരളം പോലൊരു സ്ഥലത്ത് മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിയാക്ഷൻ ചെറുതല്ല. അത് കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനോ താങ്ങാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് അവർക്ക് മനസ്സിലായാൽ കേരളീയരുടെ ഭാഗ്യം. തീർച്ചയായും. ആ നിലയ്ക്ക് നോക്കിയാൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു മണ്ടത്തരമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് എന്നുകൂടി വേണമെങ്കിൽ വിലയിരുത്താവുന്ന ഒരവസ്ഥയുണ്ടോ? അല്ല, അതിനകത്ത് ഈ റെഡ് കോറിഡോർ എന്ന് പറയുന്ന ആ ഒരു മാവോയിസ്റ്റുകൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സംഘാടന രീതി, അതേ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ ഹർഷൻ 250 കോടി രൂപ ഉള്ള ഒരു വലിയ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു ബഡ്ജറ്റ് അവർക്കുണ്ടത്രേ. ആ നിലയ്ക്കൊക്കെയുള്ള വൻതോതിലുള്ള സന്നാഹങ്ങളാണ് മാവോയിസ്റ്റുകൾക്കുള്ളത് എന്നാണ് കഴിഞ്ഞ UPA സർക്കാർ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണി എന്ന നിലയ്ക്കാണ് രൂപേഷും അതുമാതിരി ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാവോയിസ്റ്റുകൾ കേരളത്തിൽ സ്വയം തിരിച്ചറിയുന്നത്. പക്ഷേ നേരത്തെ നമ്മളെല്ലാം സൂചിപ്പിച്ചതുമാതിരി അവരുടെ ഇടയിൽ ഗൗരവതരമായ ഹിംസാത്മക പ്രവർത്തനങ്ങളില്ല, അതിനുവേണ്ട ആയുധങ്ങളോ സന്നാഹങ്ങളോ അവർക്കില്ല, കാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. റെഡ് കോറിഡർ പോലുള്ള സംഭവങ്ങൾ വന്നതിന് ശേഷം നക്സലൈറ്റുകളായിരുന്ന ആൾക്കാർ മാവോയിസ്റ്റുകളായി പരിവർത്തിച്ചതിന് ശേഷം അവരുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾ ബീഹാറിലെ പോലുള്ള സ്ഥലങ്ങളിൽ ചാൾസിനൊക്കെ അറിയാവുന്നത് മാതിരി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്.
അവരുമായി CPM-ഉം തന്നെ CPM-ഉം CPI ഒക്കെ ഐക്യപ്പെടുന്നുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും. ആ നിലയ്ക്ക് വലിയ മാറ്റങ്ങൾക്ക് ഇതൊക്കെ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും കേരളം പോലെയുള്ള സ്ഥലത്ത് ഈ മാവോയിസ്റ്റുകൾക്ക് വൻ ശക്തിയായി തീരാൻ കഴിയാത്ത അവസ്ഥ വരുന്നത് കേരളത്തിൻ്റെ വികസിതാവസ്ഥ തന്നെയാണ്. ആ വികസിതാവസ്ഥയ്ക്ക് അനുകൂലമായ വികസിതമായ ഒരു ജനാധിപത്യ സംവേദനശീലമുണ്ട്. ആ ശീലത്തിന് പൊരുത്തപ്പെടുന്നതല്ല ഇപ്പോൾ സംഭവിച്ച ഈ വെടിവയ്പ്പും അതിൽ നടന്ന 2 വധങ്ങളും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ DGP അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടത്തട്ടെ, മുഴുവൻ കാര്യങ്ങളും പോലീസുകാർ പറയട്ടെ, അതിനുശേഷവും സന്ദേഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ വിപുലമായ ചർച്ചയിലേക്ക് ഇത് നീളും. അപ്പോൾ സർക്കാരിന് നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനാർഹമായൊരവസ്ഥയല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ 2 മരണങ്ങൾ. ശ്രീ അൻവർ, അവസാനമായി ഈ ജനങ്ങളുടെ ഭീതി ഒഴിവാകുന്ന സാഹചര്യം ഈ ഏറ്റുമുട്ടലിലൂടെ അവിടെ ഉണ്ടായിട്ടുണ്ടോ? കേട്ടില്ല. ജനങ്ങളുടെ ഭീതി, താങ്കൾ പറഞ്ഞല്ലോ അവിടെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരുന്നുവെന്ന്. ആ ഭീതി ഒഴിവാകുന്ന സാഹചര്യം ഈ ഏറ്റുമുട്ടലിലൂടെ, ഈ കൊലപാതകങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ജനങ്ങൾ സംശയമായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ജനങ്ങൾ ഉറപ്പിച്ചു, ഈ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നത് കൂടിയിട്ട് ജനങ്ങളുടെ ഭീതി വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വെടിവെപ്പും ഈ സംഭവങ്ങളെയും ന്യായീകരിക്കുകയല്ല. ഞാൻ ഈ പ്രദേശത്തെ ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഈ ഭീതി മാത്രമാണ്. അതിന് പരിഹാരം ഉണ്ടാകണം എന്നതാണ്. ഇപ്പോൾ മാവോയിസ്റ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ആദിവാസി മേഖലയിൽ നടക്കുന്ന ചൂഷണമാണ്. ആ ചൂഷണം നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. കോടിക്കണക്കിന് രൂപ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇവർക്ക് വേണ്ടി എത്രയോ കാലങ്ങളായിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 വർഷം മുമ്പ് നമ്മൾ പോയി കണ്ട ഒരു കോളനിയുടെ അതേ അവസ്ഥയാണ് എത്രയോ കോടികൾ ചിലവഴിച്ചു എന്ന് പറയുന്ന കോളനികളിൽ ഇപ്പോഴുമുള്ളത്. അവിടെ യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ ഒരു പ്രാദേശിക MLA എന്ന നിലക്ക് ഞാൻ ഒട്ടനവധി കോളനികൾ നിരന്തരമായി നമ്മൾ സന്ദർശിക്കുകയും ഇവരെ കാണുകയും ട്രൈബൽ ഓഫീസറുമായി സംസാരിക്കുകയും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ചൂഷണത്തിന് വിധേയമാകുന്ന അവരെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച MLA എന്ന നിലക്ക് എൻ്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലക്ക് ശ്രീ ബാലൻ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതുകൊണ്ടൊക്കെ ആയുധം ഒരു പിസ്റ്റൾ മാത്രമായിരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഒരു പിസ്റ്റളുമായി കഴിഞ്ഞ മാവോയിസ്റ്റുകളെയാണ് ഈ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും അങ്ങേയറ്റം ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാനും കഴിയും. വളരെ നന്ദി ശ്രീ കെ ഹരിഹരൻ, ശ്രീ PV അൻവർ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ ചാൾസ് ജോർജ്, ശ്രീ സത്യൻ മുഖേരി ഈ ചർച്ചയിൽ പങ്കെടുത്തത്.